ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പാടം വൈബ് പിടിച്ചാലോ? ഈവനിങ് ചായ കുടിച്ചിരുന്നപ്പോഴാണ് പാടത്തേക്ക് പോയാലെന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ പാടത്തേക്ക് ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സും. ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ മാത്രമല്ല വൈബ് പിടിക്കാൻ വന്നിരിക്കുന്ന വേറെ ഒത്തിരി പേരുണ്ടായിരുന്നു. സൈക്ലിങ്ങിന് വന്നവർ, നടക്കാൻ വന്നവർ, ചുമ്മാ സൊറ പറഞ്ഞിരിക്കാൻ വന്നവർ, വൈബ് പിടിക്കാൻ വന്നവർ, അങ്ങനെ ഒത്തിരി പേര്. ഇപ്പോൾ ഈ 2 സൈഡും നല്ല വിളഞ്ഞ പാടം ഇങ്ങനെ കിടക്കണം. ഒരു സ്ഥലത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് കുറ്റുമുക്കാണ്. കുറ്റുമുക്ക് പാടം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ അടുത്താണ്. അങ്ങനെ 2 സൈഡും നല്ല ഗോൾഡൻ കളർ പാടമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു പോകുമ്പോൾ നമുക്ക് പച്ച കളർ പാടത്തിനെ വല്ലാണ്ട് അങ്ങ് മിസ് ചെയ്തു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കുറച്ചുകൂടി ദൂരെ പോയി പച്ചപ്പാടുണ്ട്, നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ചുകൂടി ദൂരെ പോയിട്ട് പച്ചപ്പാടം കാണാൻ പോയി. പാടം ഗോൾഡൻ കളറിൽ കിടക്കുന്നതാണോ പച്ചപ്പാടം കിടക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് ആ പച്ച കളറിൽ കിടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പച്ചപ്പാടം കാണുന്നത് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഗൃഹാതുരത്വ ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, എന്തോ അതങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് കൊയ്ത്ത് നടക്കുന്ന പാടത്തേക്ക് തിരിച്ചു വന്ന് പാടത്ത് കൊയ്ത്ത് കാണാൻ ഇറങ്ങി. കാരണം കുറേ പേര് ഇറങ്ങിപ്പോകുന്നപ്പോൾ നമ്മളും ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം, ഒരുപാട് മാതാപിതാക്കൾ അവരുടെ കുട്ടികളെയും കൊണ്ട് ഇത് കാണാൻ വന്നിട്ടുണ്ട്. കാരണം പലർക്കും ഇതൊക്കെ പുതിയൊരു കാഴ്ചയാണല്ലോ. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാടിനെയും നമ്മുടെ കൃഷി ഇതിനൊക്കെ പഠിപ്പിക്കുന്ന വളരെ നല്ല കാര്യമാണ്. എനിക്കൊക്കെ അത് പണ്ടേ തൊട്ട് അറിയാം. പിന്നെ ഇവിടുത്തെ കണ്ടോ, അവിടെ അകലെ കൊയ്ത്ത് മെഷീന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റോർ ചെയ്ത് നെല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നുണ്ട്. ഇവിടെ നിന്നാണ് പിന്നെ വണ്ടിയിലാക്കി കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസത്തെ ഒരു പ്രൊസീജിയറായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ സ്പോട്ടിൽ തന്നെ നെല്ലായിട്ട് ഇവിടെ കിട്ടുകയാണ്. ഇവിടെ നിന്ന് വണ്ടി കയറ്റി കൊണ്ടുവന്ന്. കാലഘട്ടങ്ങളുടെ ഒരു വ്യത്യാസമല്ലേ. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇത് കാണുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇത് കണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞ പാടം, ഇവിടുന്ന് റോഡിലേക്കുള്ള വ്യൂ. ഇത് വേറൊരു എന്താ പറയുക, വേറൊരു നല്ല വ്യൂ ആണ്. ഒത്തിരി പേര് അവിടെ ഫോട്ടോസ് എടുക്കലും റീലെടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊട്ടും മോശമായിരുന്നില്ല. എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സ് കൂടെ വന്നത് അവിടെ എന്താ പറയുക, വൈക്കോലിങ്ങനെ കൂട്ടിയിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പിറകിരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ പറയുകയാണ് വൈകുന്നേരം അതെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും കാണേണ്ടത്. കാരണം അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അത് എൻ്റെ കസിൻ സിസ്റ്റർ ഞങ്ങൾ സെറ്റി റാണി എന്നാണ് സാധാരണ വിളിക്കാറ്. ആ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ വരുന്നത്. കൊയ്ത്ത് മെഷീൻ വേണ്ടപ്പോൾ സത്യം ഞങ്ങൾ ഞെട്ടിപ്പോയി. ബാക്കിൽ നിന്ന് ഒരു ഡിജെയുടെ സൗണ്ടൊക്കെ ഇട്ടാണ് വരുന്നത്. അവർ എന്താ പറയുക, അവരുടെ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാമെന്ന് പറയില്ലേ, DJ സൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഒരു പാടത്ത് കൊയ്ത്തൊക്കെ നടത്തുന്നത്. എന്തായാലേ അടിപൊളി. അപ്പോൾ അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവരവരുടെ പണിയൊക്കെ നിർത്തി സൈഡാക്കാൻ വന്നതായിരുന്നു. പിന്നെ അവിടെ കൊണ്ടുവന്ന നെല്ല് അവിടെ കുട്ടുന്നൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ പോയപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കൽ നിർത്തി. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഈവനിങ് പാടം വൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.